ബ്രേക്ക് അല്ല ബ്രേക്ക് ചെയ്താണ്, ക്ലച്ച് അല്ല. മുഹമ്മദ് അലി ഇപ്പോൾ എന്ത് ചെയ്തു? കുനിഞ്ഞു വന്നു. ന്യൂട്രൽ ന്യൂട്രൽ അതിലേന്ന് കാലെടുക്കാം, ക്ലച്ചിൽ നിന്ന് കാലെടുക്കാം. ഇഗ്നീഷൻ സ്വിച്ച്, ആക്സിലേറ്റർ, സ്റ്റാർട്ട് ആവേണ്ട എന്ത് ചെയ്യണം? മൊബൈലൊന്നും പഠിച്ചില്ല. ഓക്കെ, സ്റ്റിയറിംഗ് വലത്തോട്ട് തിരിച്ചാണ്, ഫുള്ള് റൈറ്റിലോട്ട് തിരിച്ചാണ്, പെട്ടെന്ന് തിരിക്കും. ഓക്കെ, അതുപോലെ ലെവൽ ചെയ്താണ്. ഓക്കെ, ലെഫ്റ്റ് തിരിച്ചാണ്, റിട്ടേൺ ചെയ്താണ്, സ്റ്റോപ്പ് ചെയ്താണ്. ഓക്കെ, ലെഫ്റ്റ് തിരിച്ചാണ്, റിട്ടേൺ ചെയ്താണ്. ഓക്കെ, റൈറ്റ് തിരിച്ചാണ്, റിട്ടേൺ ചെയ്താണ്. ഓക്കെ, ലെവലാക്കിയാണ്. ഓക്കെ, ലെഫ്റ്റ് തിരിക്കും, ലെവൽ മതി. റൈറ്റ് തിരിക്കും, സ്പീഡ് കുറച്ച് മതി. ഒരു കൈ കൊണ്ട് റിട്ടേൺ ചെയ്യും. വെരി ഗുഡ്. സ്പീഡ് കുറച്ച് ലെഫ്റ്റിലോട്ട് തിരിക്കും. വെരി ഗുഡ്. റിട്ടേൺ. വെരി ഗുഡ്. കറക്റ്റ്. സൂപ്പറായി, അടിപൊളിയായി. റൈറ്റ് തിരിച്ചാണ്. അല്ല, സിദ്ധാർത്ഥ എവിടെ നോക്കിക്കൊണ്ടാണ് തിരിക്കുന്നത്? സ്റ്റിയറിംഗ് നോക്കരുതേ, എന്നെ നോക്കിയോ. റിട്ടേൺ ചെയ്താണ് മതി. ലെഫ്റ്റ് തിരിച്ചാണ്, എന്നെ നോക്കിക്കൊണ്ട് മതി. ലെവൽ ചെയ്താണ്. വെരി ഗുഡ്. റൈറ്റ് തിരിച്ചാണ് മതി. റിട്ടേൺ ചെയ്താണ്. ഓക്കെ, ലെഫ്റ്റ് തിരിച്ചാണ്, ഫുള്ള്. ഓക്കെ, ഒരു കൈ കൊണ്ട് റിട്ടേൺ ചെയ്താണ്. വെരി ഗുഡ്. അവിടെ ആ ലാൻഡിങ്ങിൽ ചെറിയ താമസം വന്നു. റൈറ്റ് തിരിച്ചാണ്. യെസ്, ഒരു കൈ കൊണ്ട് റിട്ടേൺ ചെയ്താണ്. വെരി ഗുഡ്. കറക്റ്റ്. ഓക്കെ, സൂപ്പറായി കേട്ടോ. ബാ, നമ്മൾ എവിടെ നമ്മൾ സ്റ്റിയറിങ്ങിനെ തിരിച്ചാലും ആ സ്റ്റിയറിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യുക? എല്ലാവരും ഇവിടെ ഒന്നാണ്, നിങ്ങളെല്ലാവരും ഇവിടെ വരും, ഈ റൈറ്റ് സൈഡിലോ. അപ്പോൾ നമ്മൾ എവിടെ നമ്മൾ സ്റ്റിയറിങ്ങിനെ തിരിച്ചാലും സ്റ്റിയറിങ്ങിനെ നമ്മൾ ലെവൽ ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. മനസ്സിലായോ? നമ്മൾ എവിടെ നമ്മൾ സ്റ്റിയറിങ്ങിനെ തിരിച്ചാലും നമ്മൾ സ്റ്റിയറിങ്ങിനെ എന്ത് ചെയ്യണം? ലെവൽ പൊസിഷനിൽ എത്തിക്കുക കേട്ടോ. കാർത്തികേ, റൈറ്റ് തിരിച്ചാണ്. കാർത്തികനത്ത് എങ്ങോട്ടാണ് മോനെ തിരിക്കാൻ പറഞ്ഞേ? നെല്ല് എങ്ങോട്ടാണ് തിരിക്കാൻ പറഞ്ഞേ? മോൻ എങ്ങോട്ട് തിരിച്ചു? എന്തുകൊണ്ടാണെന്നറിയാം? നമ്മൾ അശ്രദ്ധയ്ക്ക് വേറൊരു കാര്യങ്ങളുണ്ട്. ഡ്രൈവിംഗ് പഠിക്കാൻ വരുമ്പോൾ നമ്മളെ തല ജ്യൂസ് അടിച്ചാണ് കാര്യം. നമുക്ക് റൈറ്റും ലെഫ്റ്റും അറിയാൻ പറ്റില്ല. തെളിഞ്ഞ് വരാൻ കുറച്ച് ദിവസം എടുക്കും. പക്ഷേ 10 ദിവസത്തിന് മുമ്പ് നിങ്ങൾ എന്താവണം? തെളിയണം. മുഹമ്മദ് അലി ഇൻഡിക്കേറ്റർ എന്നിട്ടാണ് അതുകൊണ്ട് ഇത് നമ്മളെ ലൈറ്റ്, സിഗ്നൽ ലൈറ്റിൻ്റെ സ്വിച്ച് ഇട്ടാണ്. അതുകൊണ്ട് റൈറ്റ് സൈഡിൽ സിഗ്നൽ ലൈറ്റ് ഉണ്ട്. അനിയ, മുഹമ്മദ് അലിക്ക് വെപ്രാളം കൂടുതലാണല്ലേ? ചെറുതായിട്ട്. അപ്പോൾ ഒരാളിൻ്റെ ക്യാരക്ടർ കൂടെ അറിയാൻ പറ്റും. ഓക്കെ, മിസ്റ്റർ കാർത്തികേ, ലെവൽ ചെയ്താണ്. വെരി ഗുഡ്. റൈറ്റ് തിരിച്ചാണ്. ഓക്കെ, ലെവൽ ചെയ്താണ് മതി. ലെഫ്റ്റ് തിരിച്ചാണ് മതി. ലെവൽ ചെയ്താണ്. കറക്റ്റ്. റൈറ്റ് തിരിച്ചാണ് മതി. ലെവൽ ചെയ്താണ്. ഓക്കെ, ഫുള്ള് ലെഫ്റ്റ് തിരിച്ചാണ്. ഓക്കെ, ഒരു കൈ കൊണ്ട് റിട്ടേൺ ചെയ്താണ്. കറക്റ്റ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കാറ് ഓടിക്കുമ്പോഴും ഇതുപോലെ ചെയ്യാൻ കഴിയണം. അപ്പോൾ ബേസിക് കൺട്രോളുകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓക്കെയാണ്. അപ്പോൾ കാറ് ഓടിക്കുമ്പോഴും ഇതുപോലെ ചെയ്യാൻ കഴിയണം കേട്ടോ. കാർത്തികും അവരോടൊപ്പം തന്നെ ആയി. കാർത്തികിന് എത്ര ദിവസത്തെ ക്ലാസ്സായി? 6 ദിവസത്തെ ക്ലാസ്സായി അല്ല. ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നതിന് നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യിപ്പിച്ചു എന്ന് മാത്രം. മറ്റൊരു അടുത്ത ദിവസങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റാണ്. അവർ ചെയ്യുന്നതോടൊപ്പം തന്നെ കാർത്തികിനും മുഹമ്മദ് അലിക്കും ചെയ്യാൻ പറ്റി. നിങ്ങൾ രണ്ടുപേരും 6 ദിവസത്തെ ക്ലാസ്സുകളാണ് അല്ലേ? ഓക്കെ, ഇന്ന് 7ാമത്തെ ക്ലാസ്സോ? ഇന്ന് 7. ഓക്കെ, നെക്സ്റ്റ് മിസ്റ്റർ അഭിരാം. റൈറ്റിലോട്ട് തിരിക്കൂ. റൈറ്റ് സൈഡ് അല്ല, റൈറ്റ്. റൈറ്റ് തിരിക്കൂ. പെട്ടെന്ന് തിരിക്കൂ, വേഗത കൂട്ടി തിരിക്കൂ. റിട്ടേൺ. വെരി ഗുഡ്. മിടുക്കൻ. ലെഫ്റ്റ് തിരിക്കൂ. തിരിക്കാൻ പറഞ്ഞാൽ എൻഡിൽ പോയേ നിൽക്കാവൂ. ലെവൽ ചെയ്യൂ. വെരി ഗുഡ്. ഓക്കെ, റൈറ്റ് തിരിക്കൂ. റിട്ടേൺ. കറക്റ്റ്. അവിടെ ലെവലായി നിൽക്കണേ. ലെഫ്റ്റ് തിരിക്കൂ. ഫുള്ള് വേഗതയിൽ. ഒരു കൈ കൊണ്ട് റിട്ടേൺ ചെയ്യൂ. വെരി ഗുഡ്. മിടുക്കൻ. ഓക്കെ, സ്റ്റോപ്പ്. ഓക്കെ, ഹാൻഡ് ബ്രേക്ക് റിട്ടേൺ ചെയ്യുമ്പോഴോ
ഹാൻഡ് ബ്രേക്ക് റിട്ടേൺ ചെയ്താണ്. കംപ്ലീറ്റ് ആയോ? ഹാൻഡ് ബ്രേക്ക് പിടിക്കൂ, റിട്ടേൺ, പിടിക്കൂ, റിട്ടേൺ, പിടിക്കൂ, റിട്ടേൺ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ കൈ എപ്പോഴും എവിടെ ഇരിക്കാൻ പാടുള്ളൂ? സ്റ്റിയറിങ്ങിൽ. അപ്പോൾ വണ്ടി ഓടിക്കാണ്ടിരിക്കുന്നത് നമ്മളെ കൈ സ്റ്റിയറിങ്ങിലേ ഇരിക്കാവും. ഇവിടെ കിട്ടിയോ? ബ്രേക്ക് ചെയ്യൂ. ബ്രേക്ക് ചെയ്യാൻ നേരത്ത് അഭിരാമ എങ്ങോട്ട് നോക്കി? എങ്ങോട്ട് നോക്കി അഭിരാമേ? ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? നോക്കരുത്. ഇപ്പോൾ കാർ ഓടിക്കാൻ അഭിരാമിനെ കൊണ്ടിരുത്തിയാലും അഭിരാം ബ്രേക്ക് ചെയ്യാൻ നേരത്ത് എങ്ങോട്ട് നോക്കിക്കളയും? കുനിഞ്ഞ് നോക്കും. അപ്പോൾ ഇവിടെ ഇരുന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ഇവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്താൽ ആ കുനിഞ്ഞ് നോക്കുന്ന ആ ഒരു തെറ്റായ രീതിയെ നമുക്ക് മാറ്റാൻ പറ്റും. ഇവിടെ കിട്ടിയോ? ക്ലച്ച് വിട്ടു. ഇപ്പോഴും അഭിരാം എന്ത് ചെയ്തു? കുനിഞ്ഞ് നോക്കി. യഥാർത്ഥം സാറ് പഠിപ്പിക്കാത്തതുകൊണ്ടാണ്. സാറ് കൃത്യമായി പഠിപ്പിച്ചു, പക്ഷെ നമ്മളെ കൊണ്ട് ആ ഒരു തെറ്റായ രീതി മാറ്റാൻ കഴിയുന്നില്ല. പ്രാക്ടീസിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായേ? അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നത് ചോദിച്ചാൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണെന്ന് പറയൂ. സ്വാതിലക്ഷ്മി വാ. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് ഇപ്പോൾ റിട്ടേൺ ചെയ്യാൻ പറഞ്ഞപ്പം അഭിരാം ഹാൻഡ് ബ്രേക്ക് പിടിക്കാൻ പറഞ്ഞപ്പോൾ പുഷ് ബട്ടൺ പ്രസ് ചെയ്തു. എന്തുകൊണ്ടാണത്? ഒന്നുകിൽ അത് അഭിരാമിൻ്റെ ടെൻഷൻ, അല്ലെങ്കിൽ അഭിരാമിൻ്റെ പേടി, അല്ലെങ്കിൽ അശ്രദ്ധ. അപ്പോൾ എന്ത് കാരണങ്ങൾ കൊണ്ട് തെറ്റ് സംഭവിക്കുന്നോ ആ തെറ്റിനെ നമ്മൾ കറക്റ്റ്